ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായ ചർച്ചകളാണ് നടക്കുന്നത്. രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ജയിലിലായിട്ട് ഇവിടുത്തെ പല നേതാക്കന്മാരും ഇടപെടുക, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഒരു ശക്തമായ ഒരു പ്രതികരണം ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ അവർക്ക് ഇതിൻ്റെ അകത്ത് ശക്തമായി അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. വ്യത്യസ്തങ്ങളായ നയങ്ങളായതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയാത്തത്. അതുപോലെ തന്നെ മറ്റ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പിന്നെ അവർക്ക് ജാമ്യം കിട്ടിയില്ല. ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ ഇറക്കിയതിനെ കുറിച്ച് ഭയങ്കര തർക്കം നടക്കുകയാണ്. ഞങ്ങളാണ് അതിനു വേണ്ടി പ്രവർത്തിച്ചത്. പക്ഷെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആരാന്ന് കേരളത്തിലുള്ള ജനങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ട്രംപ് നമുക്ക് 25% നികുതി ഏർപ്പെടുത്തുന്ന കേസൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനിന് എണ്ണ സഹായിക്കും, ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണം, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യക്ക് ഇതിന് ശക്തമായൊരു നിലപാടെടുക്കാൻ കഴിയില്ല. എന്ന കാരണം എന്ന് വെച്ചാൽ, ചില സാങ്കേതിക വിദ്യകളാണെങ്കിലും മറ്റുള്ള പല ഇതുകളും നമുക്ക് അമേരിക്കയിൽ നിന്ന് വേണ്ടി വരും. അതുപോലെ തന്നെ റഷ്യയിൽ ഭരണമാറ്റം എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ നിന്ന് എണ്ണ കിട്ടാണ്ട് വന്നാൽ നമുക്ക് അവിടെ ഒരു പ്രശ്നമാവും. പിന്നെ വിദേശ രാജ്യങ്ങളിൽ സൗദി ആണെങ്കിലും ഇറാനാണെങ്കിലും മറ്റേ ദുബായ് ആണെങ്കിലും മറ്റുള്ള പല രാജ്യത്താണെങ്കിലും പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ത്യക്ക് തലവേദനയാണ്. ഇന്ത്യക്ക് രണ്ട് പ്രശ്നങ്ങളാണ് വേട്ടയാടുന്നത്. ഒന്ന് എണ്ണ, രണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യ. ഇത് രണ്ടും ഇന്ത്യക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിലൊരു ചർച്ചയിലൂടെ മാത്രം, ക്ഷമയിലൂടെ മാത്രം, ദീർഘവീക്ഷണത്തിലൂടെ മാത്രമാണ് ഇന്ത്യക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എടുത്തു ചാടി ഇന്ത്യക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല, ഇത് രണ്ടും കയ്യിലില്ലാത്തത് കൊണ്ട്. അത് എല്ലാ ആൾക്കാരും മനസ്സിലാക്കുക. ഉചിതമായ ചർച്ചയിലൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി ദീർഘവീക്ഷണത്തോടുകൂടി ജനങ്ങളുടെ അടിസ്ഥാന വികസനവും കണക്കിലാക്കി നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി നമ്മൾ ശക്തമായ ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തികളുടെയും കഴിവുകൾ മാക്സിമം ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളാക്കി ഇന്ത്യൻ മാർക്കറ്റും വിദേശ മാർക്കറ്റും വിറ്റഴിച്ച് നമുക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ ശക്തമായ നിലപാടെടുക്കേണ്ടിയിരിക്കുന്നു.